പ്രശ്നം RSS ഇന്ത്യ രാജ്യത്തിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. പ്രശ്നം നിങ്ങൾക്ക് സ്വതന്ത്രവും നീതിപൂർവവുമായ ഒരു തെരഞ്ഞെടുപ്പ് ലഭിക്കില്ല എന്നതാണ്. അതുകൊണ്ട് നാം പ്രതിരോധത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും മാർഗത്തിലേക്ക് മാറണം. ഇത് വെറും രാഷ്ട്രീയം മാത്രമല്ല. മമതാജിക്ക് അവരുടെ തെരഞ്ഞെടുപ്പ് മോഷ്ടിക്കപ്പെട്ടതാണെന്ന് 100% ഉറപ്പില്ല. പക്ഷേ ഏകദേശം 90% ഉറപ്പുണ്ട്. ഉദ്ധവ്ജിക്ക് ഏകദേശം 40% ഉറപ്പുണ്ട്. എൻ്റെ സഹോദരൻ തേജസ്വിക്ക് 40% ഉറപ്പുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് കേൾക്കൂ, 100% തെരഞ്ഞെടുപ്പുകൾ മോഷ്ടിക്കപ്പെടുകയാണ്. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ സംശയങ്ങളും ദൂരീകരിക്കുക. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് സൃഷ്ടിക്കാൻ വർഷങ്ങളെടുക്കും. അത് ഒരാഴ്ചക്കുള്ളിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ ഒരു കാര്യമല്ല. എനിക്ക് യൂട്യൂബിൽ 10 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. എന്നാൽ എൻ്റെ അക്കൗണ്ട് പൂർണ്ണമായും അടിച്ചമർത്തപ്പെടുകയാണ്. സോഷ്യൽ മീഡിയ നിഷ്പക്ഷമാണെന്നും പ്രതിപക്ഷത്തെ അത് പിന്തുണയ്ക്കുമെന്നുമാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് മറ്റൊരു ലോകത്താണ്. മുഴുവൻ സംവിധാനങ്ങളും, മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ, നിയമവ്യവസ്ഥ, ബ്യൂറോക്രസി, രഹസ്യാന്വേഷണ ഏജൻസികൾ എല്ലാം ഈ സർക്കാരിനെ അധികാരത്തിൽ നിലനിർത്തുന്നതിനായി പ്രവർത്തിക്കുകയാണ്. എന്നാൽ ഈ സർക്കാർ നിലനിൽക്കില്ല. കാരണം ഇത് നമ്മുടെ ജനാധിപത്യത്തെ തകർത്തിരിക്കുന്നു. ഈ സർക്കാർ ഇന്ത്യൻ ജനതയുടെ ഭാവി തകർത്തിരിക്കുന്നു. ജനങ്ങളെ അണിനിർത്താനുള്ള അവസരം നമുക്ക് ലഭിക്കും. നമ്മൾ ഏകോപിതരല്ല, ഒരുമിച്ച് പ്രവർത്തിക്കുന്നില്ല തുടങ്ങിയ ധാരണകളും ഉപേക്ഷിക്കണം. ഇതെല്ലാം BJPയും അവരുടെ മാധ്യമ സുഹൃത്തുക്കളും പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ത്യ എന്ന ആശയം സംരക്ഷിക്കേണ്ടി വരുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ 100% ഉറപ്പ് നൽകുന്നു. ഈ മുറിയിലുള്ള ഓരോ വ്യക്തിയും അതിന് നേതൃത്വം നൽകും. നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയെ പോയി ആശ്ലേഷിക്കൂ എന്ന് പറഞ്ഞാൽ എനിക്ക് അതിന് കഴിയില്ല. കാരണം അദ്ദേഹവുമായി ഞാൻ ഒരു രാഷ്ട്രീയ പോരാട്ടം തുടരുന്നുണ്ട്. പ്രതിപക്ഷം ദുർബലമാണെന്നും അസംഘടിതമാണെന്നും തെളിയിക്കാൻ നമ്മുടെ മേൽ വലിയ ആക്രമണം നടക്കുകയാണെന്ന കാര്യം നാം മനസ്സിലാക്കണം. അവസാനമായി നമ്മുടെ ചർച്ചകളിൽ പലപ്പോഴും നിരാശയുടെ ഒരു നിഴൽ ഞാൻ കാണുന്നു. ആളുകൾ ചിന്തിക്കുന്നു, ഓ മൈ ഗോഡ്, നമുക്കെങ്ങനെ BJPയെ തോൽപ്പിക്കാൻ കഴിയും? നാം ഒരുമിച്ച് നിന്ന് പ്രതിരോധിച്ചാൽ അവരെ തോൽപ്പിക്കുക എളുപ്പമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ മുറിയിലുള്ള ഒരാളും ഞാൻ ഒഴികെ BJPയെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്നില്ല. ഇനി ഈ മുറിയിലുള്ള എല്ലാവരും BJPയെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ച് തുടങ്ങണം. ആ വിശ്വാസത്തോടെ തുടങ്ങൂ. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. സ്റ്റേറ്റ് ആഫ്റ്റർ സ്റ്റേറ്റ്, സംസ്ഥാനങ്ങൾ തോറും, ഇലക്ഷൻ ആഫ്റ്റർ ഇലക്ഷൻ, തെരഞ്ഞെടുപ്പുകൾ തോറും അവർ കൃത്രിമം കാണിച്ചാലും ഇല്ലെങ്കിലും അവർ വീഴും. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നന്ദി. ഇതാണ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിൻ്റെ സമ്പൂർണ്ണ വിവർത്തനം.